ഇതൊരു ചെറിയ വീഡിയോ, ഒരു ചെറിയ അപ്ഡേറ്റ് ആണ്. പക്ഷേ പല ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നൊരു അപ്ഡേറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ വിചാരിച്ചാണ്. ഋഷഭനെ പറ്റിയാണ് വരാനുള്ളത്. ഋഷഭ നമ്മള് കുറച്ച് വർഷങ്ങളായി, കാരണം അതൊരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ് അത്. സോ ലാലേട്ടൻ അതിൽ ഗംഭീരമായ ഒരു ക്യാരക്ടർ ചെയ്യുന്നു. തെലുങ്കിൽ ഒരുങ്ങുന്ന ചിത്രം അത്. അതിന്റെ കുറച്ച് മുന്നത്തെ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അതിൽ ഫോറിൻ ടെക്നീഷ്യൻ ഒക്കെ വന്ന് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു നമ്മൾ വലിയൊരു സ്കെയിലിൽ ഇറങ്ങുന്ന മൂവിയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു എല്ലാവർക്കും ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ലാലേട്ടൻ, അതായത് ലാലേട്ടൻ ചുമ്മാ ലാലേട്ടൻ പോയിട്ട് ഒരു ക്യാമിയോ അപ്പിയറൻസ് ഒന്നുമല്ല ചെയ്യുന്നത്. ആ ചിത്രത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വേഷത്തിലാണ് ലാലേട്ടൻ എത്തുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ജനതാ ഗാരേജിനൊക്കെ ശേഷം നമ്മൾ തെലുങ്കിൽ ലാലേട്ടന്റെ ഒരു വലിയൊരു സിനിമ എന്നുള്ള ലെവലിൽ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്ന സംഭവമായിരുന്നു. പിന്നെ ഇടക്കാലത്ത് വെച്ചിട്ട് ഷൂട്ടിംഗ് നിർത്തിവെച്ചു, പലരും ഋഷഭ് ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതിനെക്കുറിച്ചൊരു സംഭവം നമ്മൾ കേട്ടത് എപ്പോഴാ വെച്ചാല്, ഈ ആശീർവാദിന്റെ ഒരു വീഡിയോയില് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഓഗസ്റ്റ് or ഒക്ടോബറിൽ ഋഷഭ് റിലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സോ ഓക്കെ, അപ്പൊ നമുക്കത് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഡ്രോപ്പ് ഡൗൺ അല്ല, ഇത് സംഭവം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലാലേട്ടന്റെ അടുത്ത ഷെഡ്യൂളും, കാരണം ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞുള്ള ബ്രേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ജോയിൻ ചെയ്തതും പിന്നെ കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ അറിഞ്ഞു. അപ്പൊ ഇന്നലെ അതിന്റെ, അതായത് റാപ്പപ്പ് ചെയ്ത് ഈ ഋഷഭ എന്ന് പറഞ്ഞ സിനിമേന്റെ ഷൂട്ടിംഗ് റാപ്പപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ലാലേട്ടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാല്, കാരണം ഈ സിനിമയെ കുറിച്ച് കേട്ടപ്പോൾ പലരും വേറെ ഫാൻസ് ഒക്കെ വന്നിട്ട് പറഞ്ഞ കാര്യം, ഇത് ചുമ്മാ നല്ല ചെറിയ റോളിലേക്കോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ക്യാമിയോ അപ്പിയറൻസിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ലാലേട്ടനെ ചുമ്മാ കൊണ്ടുപോകാൻ തെലുങ്കിലേക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എന്നാൽ നമ്മൾ കേട്ടത്, അതായത് ഒരു അച്ഛൻ മകന്റെ ബന്ധത്തിന്റെ പൂർവ്വജന്മത്തിലുള്ള മകന് ശത്രുക്കള്, പിന്നീട് അച്ഛനും മകനായിട്ട് ജനിക്കും, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്ററി. രാജാവിന്റെ ഒരു വേഷമൊക്കെ കാണിച്ചിട്ട് ലാലേട്ടന്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടതാണ്. സോ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ് ഋഷഭ് എന്തായാലും. സോ അപ്പം ഋഷഭന്റെ ഷൂട്ടിംഗ് റാപ്പപ്പ് ചെയ്തെന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തുകൊണ്ട് അതിലെല്ലാവരും ഇരുന്നിട്ട് അത് ആ സിനിമയിലുള്ള എല്ലാ ടെക്നീഷ്യൻസും കൂടെ നമ്മളെ ലാലേട്ടനാണ് റാപ്പപ്പ് പറഞ്ഞത്, ലാലേട്ടൻ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് കാണാം. സോ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന വേറെ റീസൺ കൂടി, കാരണം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ലാലേട്ടൻ ആ സിനിമയ്ക്ക് ലാലേട്ടൻ എത്ര ഇമ്പോർട്ടന്റ് ആണ്. ആ ഡയറക്ടർ ലാലേട്ടന്റെ കാലൊക്കെ തൊട്ട് നേരിൽ കാണാം. സോ ചുമ്മാ ഒരു ക്യാമിയോയ്ക്ക് വേണ്ടി പോയതല്ല, ഈ സിനിമ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടറായിട്ട് അദ്ദേഹം തന്നെയാണുള്ളത്. ആ ഒരു റെസ്പെക്റ്റും എല്ലാവരും കൊടുക്കുന്നത്. കാരണം ഞാൻ ഈ മമ്മൂക്ക ലാലേട്ടൻ കമ്പാരിസൺ ഒന്നും വീഡിയോസ് അധികം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം മമ്മൂക്ക നമുക്ക് ഇഷ്ടമാണ്, റെസ്പെക്റ്റ് ആണ്. പക്ഷെ കുറെ വിവരമില്ലാത്ത മണ്ടന്മാരായ ഫാൻസ് ഉണ്ട്, അതായത് ലാലേട്ടൻ മമ്മൂക്കനെ കമ്പയർ ചെയ്യുന്നത്. കാരണം ഒരു ആക്ടിങ്ങിനെ കുറിച്ച് ഒരു വിവരം ഒന്നുമില്ലാതെ ചുമ്മാ ലാലേട്ടനെ ഇപ്പൊ കുറച്ച് സിനിമകൾ പൊട്ടിയെന്ന് വിചാരിച്ചിട്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആക്ടറെ വിമർശിക്കുന്ന ഇവർക്ക് ചിരിയാണ് വരിക. കാരണം മമ്മൂക്കനെ കുറിച്ച് ഞാൻ തീരുമാനിച്ചെന്താ വെച്ചാൽ എനിക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം നമുക്കൊന്ന് കാണിച്ചോളൂ. എനിക്ക് അതായത് എന്റെ വീഡിയോയിൽ ഞാൻ എത്ര കാണിക്കുന്നുള്ളൂ, എനിക്ക് എന്താണ് ഡിഫറൻസ് ഇവർ തമ്മിലില്ല. കാരണം ഞാൻ പറയില്ല, ഒരിക്കലും മമ്മൂക്കനായിട്ട് ലാലേട്ടൻ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഏരിയയിലേക്ക് എത്താൻ പറ്റില്ല മമ്മൂക്കയ്ക്ക്. വിത്ത് ഓൾ റെസ്പെക്ട് മമ്മൂക്ക പറയാണ്. ഓക്കെ, അതിനൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞും കൊണ്ട് കുറച്ച് വീഡിയോസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം കുറെ പേരുണ്ട് അവിടെ, എന്താ പറയാ, എന്താണ് ഒരു ഐഡിയ ഇല്ലാതെ ചുമ്മാ പല കാരണങ്ങൾ കൊണ്ട് ഫാനായിട്ട് മാറിയിട്ട് അതിനു വേണ്ടി വെറുതെ വർത്തമാനം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിന് കൂടെ പറഞ്ഞുള്ളൂ. ഞാൻ എന്റെ പ്ലാനിൽ ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോവാണ് ഇങ്ങനത്തെ വീഡിയോസ്. മമ്മൂക്ക ലാലേട്ടൻ നമ്മൾ ഡിഫറൻസ് അവർക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക, എന്താണ് ലാലേട്ടൻ അഭിനയം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങൾ. അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹം, ചെയ്യാൻ പോകണം എന്തായാലും. സോ ജസ്റ്റ് ഒന്ന് ഇതിനൂടെ പറയുന്നുള്ളൂ. സോ ഋഷഭയിലേക്ക് വരികയാണെങ്കിൽ, ആശീർവാദ് നേരത്തെ അനൗൺസ് ചെയ്ത പോലെ ഋഷഭയുടെ റിലീസ് മേ ബി ഇപ്പം ഷൂട്ട് റാപ്പപ്പ് ആവുകയാണെങ്കിൽ ഒക്ടോബറിലൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ, നമുക്ക് അത് കൺഫേംഡ് അല്ല. ഋഷഭിനെ പറ്റി ഒരു നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കാരണം ഷൂട്ടിംഗ് എല്ലാം അവസാനിച്ചു. സോ എനിക്ക് വീഡിയോയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ആ ഒരു ലാലേട്ടന് ആ സെറ്റും അവിടെ എല്ലാവരും കൊടുക്കുന്ന റെസ്പെക്റ്റും. കാരണം വിവരമുള്ളവർക്ക് ഇന്ത്യയിലുള്ള അഭിനയം എന്ന് പറഞ്ഞ എന്താണെന്ന് കുറച്ചെങ്കിൽ ബോധമുള്ള എല്ലാവർക്കും അറിയാം ഈ മനുഷ്യൻ എന്താണ്. ഇന്ത്യയിൽ ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ കാര്യം മാത്രം പറയാം, ഇന്ത്യയിലുള്ള ഏത് ആക്ടറും നിന്നും ഇങ്ങനെയുള്ള വ്യത്യാസം എന്താണെന്ന് അതിനെക്കുറിച്ച് വിവരമുള്ള
ബുദ്ധിയുള്ള ആൾക്കാർക്ക് അറിയുന്നതുകൊണ്ടാണ് ഏത് ഇൻഡസ്ട്രിയിലും ഇദ്ദേഹത്തിന്റെ പേര്, അഭിനയം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് ഏറ്റവും ഫസ്റ്റ് വരുന്നത്. സോ അതും കൂടി ജസ്റ്റ് ഇതിനും കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. സോ ഋഷഭേന്റെ ഇനി അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്ക് വെറുതെ വീഡിയോസ് ചെയ്യാം. ഇപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വേണ്ടി കാണാം. ബൈ.